ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഓംലെറ്റാണ്. അത് സാധാ ഓംലെറ്റ് അല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്കത് ബൗളിലേക്ക് പൊട്ടിച്ചിടാം. നമ്മളെപ്പോഴും എഗ്ഗ് എടുക്കുമ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനാണെങ്കിലും പുഴുങ്ങാനാണെങ്കിലും എഗ്ഗ് എടുക്കുമ്പോൾ കഴുകിയിട്ട് ചെയ്യണത് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ എഗ്ഗ് പൊട്ടിച്ചിട്ടാണെങ്കിലും കഴുകണം. നമ്മളത് പല സ്ഥലത്ത് ഇട്ട് വരുന്നതല്ലേ, അപ്പോൾ വാഷിന് ഏറ്റവും ബെറ്ററാണ്. അതിന് ശേഷം പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒരു 15 ചുവന്നുള്ളി, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലാണ് ഇട്ട് വാട്ടുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ചുവന്നുള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റും കൂടും, നമ്മളെ ഹെൽത്തിനും നല്ലതാണ്. കാരണം ബ്ലഡ് ഉണ്ടാവാനാണെങ്കിലും അതുപോലെ കറിവേപ്പില കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. നമ്മളെപ്പോഴും കറിയിൽ നിന്ന് എടുത്തിട്ട് കളയലില്ല, പക്ഷെ അതിങ്ങനെ ആകുമ്പോൾ നമ്മളത് കഴിക്കും. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾ ഉള്ളി നമ്മൾ സാധാ ഉള്ളി അരിഞ്ഞിട്ട് ഓംലെറ്റ് ആകുമ്പോൾ അവരതെടുത്ത് പെറുക്കി കളയും ചില കുട്ടികൾ. ഇതാകുമ്പോൾ അവർ കഴിക്കാനും ഈസിയാണ് കേട്ടോ, അവർ അറിയാതെ തന്നെ കഴിച്ചു പോകും. അപ്പോൾ നമ്മളത് പേസ്റ്റ് പോലെ അരക്കരുത്, ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് തിരിച്ചാൽ മതി, ഒരുപാട് പേസ്റ്റ് ആവണ്ട. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ അതിന് പാകത്തിനായ ഉപ്പ് വേണം, അതിന് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്യണത് വെച്ചാൽ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. സ്പൂൺ ഇതിനായിട്ടും ബെറ്ററാണ്, ഏറ്റവും പെട്ടെന്ന് മിക്സ് ആവണതാണ് ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഞാൻ പൊടികളാണെങ്കിലും ഇങ്ങനെ എന്ത് ഐറ്റംസ് ആണെങ്കിലും ഫോർക്ക് വെച്ചിട്ട് പെട്ടെന്ന് ആയി കിട്ടും, മിക്സ് ആയി കിട്ടും. ഞാൻ ഫോർക്ക് വെച്ചിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് മിക്സ് ആയിട്ട് ആ ഉള്ളി ഉപ്പും എല്ലായിടത്തും മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയോട് നല്ല മിക്സാക്കി വയ്ക്കുക. ഇനി നമുക്ക് പാൻ ചൂടാക്കി നമുക്ക് ആ ഉള്ളി വാട്ടിയില്ല, ആ പാൻ തന്നെ എടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടിയതാണല്ലോ, ആ പാനക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ എഗ്ഗ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എഗ്ഗ് ഞാൻ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ആദ്യം ഒന്ന് പാൻ ചൂടാകുമ്പോൾ ഒന്ന് കൂട്ടി വയ്ക്കാം, പിന്നെ എഗ്ഗ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കാം. അതിന് ശേഷം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വയ്ക്കുക. 5 മിനിറ്റ് ഫ്ലെയിം നല്ല കുറച്ചിട്ട് മൂടി വയ്ക്കുക, കൂട്ടി വെക്കരുത്, നല്ല കുറച്ചിട്ട് തന്നെ വെക്കുക. 5 മിനിറ്റോളം വെക്കുക. അതാ ഇപ്പോൾ എഗ്ഗ് ആയിട്ടുണ്ട്, നമ്മൾ മറിച്ചിടുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ. കാരണം ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്, കാരണം നമ്മൾ അടച്ചു വെച്ചിട്ടില്ല വേവിച്ചത്, അപ്പോൾ അതുകൊണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. കുട്ടികൾക്ക് പോലും അതിൽ ഉള്ളി ഉണ്ടെന്ന് പോലും അറിയില്ല. കാരണം അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് തന്നെ ഇരുന്ന് കഴിച്ചോളും. ഉള്ളി ഉണ്ടെങ്കിൽ അത് പെറുക്കി അവർ കളയും. അതിൻ്റെ ബാക്കൊക്കെ നല്ല ഫ്ലെയിം കുറച്ചുകൊണ്ട് തന്നെ കരിയാതെ കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഓംലെറ്റ് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം ചുവന്നുള്ളിയല്ലേ, ഏറ്റവും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.